സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ നിയന്ത്രണം വന്നേക്കും. ഓരോ ദിവസവും പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനാണ് സർക്കാരിന്റെ ആലോചന. 3 ദിവസമായി മുടങ്ങിക്കിടക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നാളെ നൽകുമെന്നായിരുന്നു ധനവകുപ്പ് അറിയിച്ചിരുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ശമ്പള വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നിലവിലെ ആലോചന. കേന്ദ്രത്തിൽ നിന്നും 4000 കോടി രൂപ കിട്ടിയപ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റിലായിരുന്ന ട്രഷറിയിൽ പ്രതിസന്ധി ഒഴിഞ്ഞത്. ഈ പണം ശമ്പളത്തിനെടുത്താൽ ട്രഷറി വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകും. ഇത് ഒഴിവാക്കാനാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഓരോ ദിവസവും പിൻവലിക്കാവുന്ന തുകയ്ക്ക് ധനവകുപ്പ് പരിധി നിശ്ചയിച്ചേക്കും. വൈദ്യുതി മേഖലയിലെ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ പേരിൽ 4600 കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട്. ഈ തുകയ്ക്കായി കേന്ദ്രവുമായി കേരളം ചർച്ച നടത്തും. പണം കിട്ടിയില്ലെങ്കിൽ നിയന്ത്രണം വേണ്ടിവരും. ശമ്പളം മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തെ ആകെ ചെലവുകൾക്കായി ആകെ 20,000 കോടി രൂപയാണ് സർക്കാരിന് കണ്ടെത്തേണ്ടത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത്. IAS, IPS ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ശമ്പളവും മുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശമ്പളം നൽകി. ശമ്പളം മുടങ്ങിയതോടെ എന്തിനും ഏതിനും പിണറായി വിജയൻ സർക്കാരിനെ പിന്തുണച്ചിരുന്ന ഇടതുപക്ഷ സർവീസ് സംഘടനകളിൽ ഉൾപ്പെടെ പ്രതിഷേധമാണ്. 5.25 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരാണ് സംസ്ഥാനത്തുള്ളത്. സെക്രട്ടേറിയറ്റ്, റവന്യൂ, പോലീസ്, ട്രഷറി, GST വകുപ്പുകളിലെ 1 ലക്ഷത്തോളം ജീവനക്കാർക്കാണ് 1-ാം തീയതി ശമ്പളം ലഭിക്കുന്നത്. അധ്യാപകർക്ക് 2-ാം ദിനത്തിലാണ് ശമ്പളം. 1-ാം ദിവസം ശമ്പളം ലഭിക്കേണ്ടവർക്ക് അക്കൗണ്ടുകളിൽ ശമ്പളം എത്തിയെന്ന് കാണിച്ചെങ്കിലും തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ശമ്പള തുക ആദ്യം ട്രഷറിയിലെ ETSB അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്നാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അക്കൗണ്ടിലേക്ക് എത്തുക. ETSB അക്കൗണ്ടിലേക്ക് പണം എത്തിയതായി കാണിച്ചെങ്കിലും ബാങ്കുകളിൽ എത്തിയിട്ടില്ല. ജീവനക്കാർക്ക് ഓൺലൈനായി തുക സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റാനുമായിട്ടില്ല. തുക ബാങ്കിൽ നിന്ന് പിൻവലിക്കാനും കഴിയുന്നില്ല. സാങ്കേതിക പ്രശ്നം മൂലമുണ്ടായ ബുദ്ധിമുട്ടാണെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. മാർച്ച് 1-ന് നൽകാനുള്ള പെൻഷൻ തുകയും മുടങ്ങി. 5 ലക്ഷം പേരുടെ പെൻഷൻ തുകയിൽ 1.25 ലക്ഷം പേരുടെ അക്കൗണ്ടുകളിലേക്കുള്ള തുക 1-ാം തീയതി വൈകിട്ട് 5-നാണ് ട്രഷറിയിലെത്തേണ്ടത്. ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ലാതെ വന്നതോടെ ജീവനക്കാരുടെ ട്രഷറി അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചു. ശമ്പളം കൊടുത്തെന്ന് വരുത്തി വിമർശനം ഒഴിവാക്കാനുള്ള തന്ത്രമാണ് സർക്കാരിൻ്റെതെന്നും സംശയമുയർന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായി സൂചനയുണ്ട്. ട്രഷറിയിൽ പണം എത്തിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളോട് അവരുടെ നീക്കിയിരിപ്പും ലാഭവിഹിതവും ട്രഷറിയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശം കൊടുത്തതായും സൂചനയുണ്ട്.